5 മണിക്ക് അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മുടെ നാട് മൊത്തം ഉണരും, കൂടെ ഞാനും ഉണരും. പിന്നെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തുമ്പോൾ ഒരു 5:30 ആവും കേട്ടോ. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ശ്രീകുട്ടനെ പറഞ്ഞയക്കേണ്ട തിരക്ക്, അവൻ്റെ ടിഫിൻ, ലഞ്ച്, സ്നാക്സ്, പിന്നെ അവന് ഭക്ഷണം കൊടുക്കൽ ഒക്കെ ആയിട്ടൊരു തിരക്കാ. അതിൻ്റെ ഇടയിൽ ക്യാമറ എവിടെ വെക്കാൻ സമയമല്ലേ. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും അവൻ പോയിട്ട് പതുക്കെ ആവാൻ ബാക്കി പരിപാടികളെന്ന്. പിന്നെ അവൻ പോയതിന് ശേഷം കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് പിന്നെ സൂര്യനൊക്കെ പൊന്തി തുടങ്ങുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാട്ടോ. പിന്നെ എൻ്റെ ഒരു ലോകമാണ് ഇവിടെ. നമ്മുടെ വീടിൻ്റെ ചുറ്റുവശങ്ങളിലായിട്ട് ഒരുപാട് റബ്ബർ കൃഷിയുണ്ട്. അപ്പോൾ റബ്ബർ വെട്ടാനായിട്ട് ചേട്ടന്മാർ പുലർച്ചെ 3 മണി തൊട്ടേ പോവും. പിന്നെ അവർ തിരിച്ചിറങ്ങണത് ഈ ഒരു നേരത്താണ്. പിന്നെ അവരോട് വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അടിച്ച് വാരി മുറ്റമൊക്കെ ഒന്ന് തൂത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ട് എന്നിട്ടാണ് പതുക്കെ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ കാലത്ത് എണീറ്റ് വരുമ്പോൾ തന്നെ ചേട്ടന്മാരെല്ലാവരും തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പടവലത്തിന് കയറ് കെട്ടലും അതുപോലെ തന്നെ ചാണകം കലക്കി ഒഴിക്കലൊക്കെയാണ് ഇന്നത്തെ പണി. സദേട്ടനും ഇളയമൊക്കെ മുമ്പേ ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആദ്യം എത്തും. പിന്നെ കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന ചേട്ടന്മാരുണ്ട്. ഇവിടെ ഞാറരിയുന്ന പോലെ അല്ലെങ്കിൽ നെല്ലരിയുന്ന പോലെ സദായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചീരയാണ്. ഇന്ന് കാലത്ത് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാളുവോ നമുക്കിന്ന് ചീര ഉപ്പേരി വെച്ചോളോ, കഞ്ഞിക്ക് ചീര കൂട്ടിയിട്ട് കുറേ നാളായിരുന്നു. എന്നാ പിന്നെ ചീര ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ സാധാരണ ചീര അരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, നല്ല ഫ്രഷ് ചീര. നമ്മളിവിടെ നാട്ടുമ്പുറത്തുകാർക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം സാധനങ്ങളൊക്കെ കൂട്ടാൻ വയ്ക്കാൻ കിട്ടും. അതായത് ചേമ്പ്, ചേന, കപ്പ, കാച്ചിൽ എന്ന് വേണ്ട ഫ്രഷ് ആയിട്ടുള്ളത് എല്ലാം നമുക്ക് ഉപ്പേരി വയ്ക്കാൻ കിട്ടും. പിന്നെ ഇത്തിരി അല്ലലുണ്ടാവുക ചാറുകറി വയ്ക്കാനാ. പക്ഷെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെന്തും വെട്ടിക്കൂട്ടി കറികൾ വെക്കും. പണിക്ക് ചേട്ടന്മാർ വീടിന് ചുറ്റുമുള്ള ദിവസം ഭയങ്കര ഹാപ്പിയാണ്. കാരണം മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നാരങ്ങ വെള്ളം ചോദിക്കാനും അല്ലെങ്കിൽ വെള്ളം ചോദിക്കാനും വെട്ടുകത്തി ഉണ്ടോ കത്തി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ മിണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര വിരസത ഫീൽ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചീര ഉപ്പേരി വയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ ചേട്ടന്മാരില്ലാത്ത ദിവസങ്ങളിൽ പകുതി സമയം നമ്മുടെ സ്റ്റോറി ടെല്ലിലത്തെ കഥകൾ കേട്ടിട്ടാണ് എൻ്റെ ആ ഒരു എന്താ പറയുക വിരസത ഒഴിവാക്കുന്നത്. നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ ചുറ്റുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. കാര്യം ഈ ബുക്ക് അത്ര നല്ലതല്ല, വായനയാണ് നല്ലതെന്നുണ്ടെങ്കിലും ബുക്കുകളെ ഒരുപാട് സ്നേഹിക്കാൻ നമ്മളുടെ ഈ ബുക്കുകൾ നമ്മളെ പഠിപ്പിക്കും കേട്ടോ. ഞാൻ സ്റ്റോറി ടെല്ലാണ് കഥകൾ കേൾക്കുക. പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൂട്ടാനുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഉപ്പേരിയാണ്, എല്ലാം ഉപ്പേരിയാണ്. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ മുളകില്ലാത്ത കച്ചവടമില്ലല്ലോ, നല്ല നാടൻ മുളക് ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ കറികളും വെക്കുക. ഹെൽത്തിയാണ്. മുളക് പൊടിയുടെ ഉപയോഗം നമുക്ക് കുറയുകയും ചെയ്യാം. ഭയങ്കര വിലയല്ലേ മുളക് പൊടിക്കൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, നല്ല നാടൻ പച്ചമുളക്, അതിട്ടിട്ട് സംഭവം റെഡിയാക്കാന്നേ. അപ്പോൾ അതിൽ ഒന്ന് മുളകിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ചീരി ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക 2 മിനിറ്റ്, അതൊന്ന് താഴാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരവും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൂട്ടി അടച്ച് വയ്ക്കാം ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തുറന്ന് വയ്ക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാട്ടോ. ഇങ്ങനെയാണ് ഇവിടെ ചീര തോരൻ വെക്കണത്. ഇനി ഇതിൽ ചീരയുടെ മണല്ല എന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ കുത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കോൺസ്റ്റിപ്പേഷനൊക്കെ തടയാൻ അടിപൊളിയാണ്. ചീരയും അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പുളി അച്ചാറും. ഇരുമ്പുളി മാത്രമല്ല, നമ്മൾ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈന്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ വ്ളോഗിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ നമ്മൾ ഇന്ന് വിളമ്പി കൊടുക്കാനൊന്നും നിന്നില്ല. തിരക്കുള്ള ദിവസമായ കാരണം ചേട്ടന്മാർ വിളമ്പി എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഉച്ചക്കത്തുള്ള കാര്യങ്ങൾ നോക്കാം. തലൂർ വീട്ടിൽ ചേട്ടന്മാർക്ക് ഫുഡ് ഉണ്ടാക്കണ ഒരു ഓർമ്മയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. കാരണം നമ്മളിങ്ങനെ ബൾക്കായിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കുക. ചില ദിവസങ്ങളിൽ 6ഉം 7ഉം 8 പേരുണ്ടാവും, 10ഉം 12ഉം 14 പേരുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും ഭയങ്കര സന്തോഷമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. എനിക്കതൊരു കോണ്ടൻറ്റുമാണ്. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും പോലെയല്ലല്ലോ, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നു, നിങ്ങളത് കാണുന്നു, എനിക്കതിൽ നിന്ന് വരുമാനം കിട്ടുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ശ്രീ ബോറടിക്കാറില്ലെന്ന്. ഞാൻ ജോലി ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിന് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഞാൻ
ചെയ്യുന്നത്. ഇഷ്ടമുള്ള ജോലി കഷ്ടപ്പെടാതെ ചെയ്യുമ്പോൾ സന്തോഷമല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ആ ഒരു ഫീലാണ് എനിക്കും നമ്മുടെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. എനിക്കൊരിക്കലും ഒരു വിരസതയോ മടുപ്പോ ഒന്നും തോന്നിയിട്ടില്ല. ഭയങ്കര സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ പുറത്ത് വെച്ച് നിങ്ങൾ കാണുമ്പോൾ പറയുന്ന നിങ്ങളുടെ ആ സ്നേഹവാക്കുകൾ ഒക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ് എനിക്ക്. നിങ്ങൾ പറയാറില്ലേ ശ്രീ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പിറേഷനായിട്ട് വരാറുണ്ടെന്ന്, അതുപോലെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് സബോളയും ഇസ്റ്റു കറി വെക്കാൻ പോവാണ്. അതായത് നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെ കഴിഞ്ഞാലും കഴിയാത്ത സംഭവമാണ് ഉരുളക്കിഴങ്ങ് സബോളയും. അത് നമ്മൾ ഇതുപോലെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇല്ലാത്ത കച്ചവടമില്ലേ നമുക്ക്. പിന്നെ നമ്മൾ അരപ്പാണ് തയ്യാറെടുക്കുന്നത്. അരപ്പൊന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല എൻ്റെ റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താ പറയുക, പ്രാക്ടീസ് മേക്ക് ദ മെൻ പെർഫെക്റ്റ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ചെയ്ത് 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 കുറച്ച് ടിപ്പുകളൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിലും പിന്നെ ചെയ്ത് 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 ഒരു കൈവഴക്കം പോലെ അതങ്ങനെ വരും. അതിനെയാണ് നമ്മൾ കൈപ്പുണ്യം എന്ന് പറയാമെന്ന് തോന്നുന്നു. അത്ര വലിയ കൈപ്പുണ്യമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ ഞാൻ. എന്നാലും അത്യാവശ്യം വേണ്ടാത്ത രീതിയിൽ ജീവിച്ചു പോകാനുള്ളതിൻ്റെ ഒരു കയ്യിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈവനായിട്ട് വറുത്ത് കിട്ടും. അപ്പോൾ മീൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഉമ്മറത്ത് നിന്ന് വിളിച്ചിട്ട് കാണാണ്ടായപ്പോൾ ആൾ പിന്നെ അപ്പുറത്തേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് മീനൊക്കെ തന്നു പോയി. അപ്പോൾ നമ്മളിന്ന് അയിലയും അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണം ആ കൂട്ടാൻ. എന്നാലും കുറേ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ വീട്ടിലുള്ളവരല്ലല്ലോ, പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ ഫുഡ് കഴിക്കേണ്ടാവും. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ എന്താ കൊടുക്കുക, ഇഷ്ടമാവുമോ എന്നൊക്കെ തോന്നുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും. പക്ഷെ അത് ചെയ്ത് 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 ഇപ്പം എനിക്കത് ശീലമായി. ആര് വന്നാലും എനിക്കത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു നല്ലതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ പൊളിഞ്ഞ് പാളീസാവണ എന്തോരം നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ടെന്നറിയോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്നും കൂടി മൂപ്പിച്ചിട്ട് ഇത് നമ്മൾ നന്നായിരുന്നു മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുക കേട്ടോ. ഒരു കുഞ്ഞ് പുളിക്ക് വേണ്ടിയിട്ടാണ് ഇഷ്ട കറിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ സവോള ഉണ്ടല്ലോ അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം, നമുക്ക് എത്രയ്ക്ക് വെള്ളം വേണം എന്നുള്ള രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഉള്ളി കാച്ചുക. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് വേണ്ട ചോറിനുള്ളതാണ്. ഇവിടെ വലിയ കല്ലില്ല. നമ്മുടെ തെർമൽ കുക്കറിൽ കുറച്ച് ചോറേ കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ 2 വട്ടമായിട്ടാണ് ചോറ് വയ്ക്കുക കേട്ടോ. പിന്നെ ഈ മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. പിന്നെ നമുക്ക് ആ ചമ്മന്തി ഉണ്ട്, പിന്നെ ചീരത്തോരൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിഭവസമൃദ്ധമായ ഊണ് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ ഒപ്പിച്ച് വെക്കും എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കുറച്ച് പണിക്ക് വരുന്ന ചേട്ടന്മാർ കുറച്ച് പ്രായമുള്ള ചേട്ടന്മാരാണ്. നമ്മുടെ അച്ഛനേക്കാളൊക്കെ പ്രായമുള്ള ചേട്ടന്മാരാണ്. അപ്പോൾ ചേട്ടന്മാർ പറയും കുറേ വിഭവത്തിലല്ല കുട്ടിയെ കാര്യം, കഴിക്കുന്നത് കുറച്ച് ഉപ്പും മുളകും പുളിയൊക്കെ ആയിട്ട് ഇത്തിരി ടേസ്റ്റോട് കൂടി കഴിക്കുന്നതിലാണ് കാര്യം എന്ന് പറയാറുണ്ട് കേട്ടോ. എന്നാലും എനിക്കൊരു ഉപ്പേരിയും ചാറും ഒരു വറവും ഇല്ലെങ്കിൽ എന്തോ പോലെയാണ്. നമ്മുടെ അച്ഛൻ ഇതുപോലെ പണിക്ക് പോകുന്ന ആളല്ലേ. എപ്പോഴും നമ്മുടെ അച്ഛനും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ദൈവം കണ്ടിട്ട് നമ്മുടെ അച്ഛനെ എവിടുന്നെങ്കിലുമൊക്കെ കൊടുത്താലോ എന്ന് ഇങ്ങനെ എപ്പോഴും ഞാൻ ചിന്തിക്കും. കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന ഒരു ചൊല്ലുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി കാച്ചിയാണ് ചെയ്യുന്നത്. ഉള്ളി അതിൽ കാച്ചിയാൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ആ കറി റെഡി ആയിട്ടുണ്ട്. ശ്രീകുട്ടൻ പോയപ്പോൾ തൊട്ടുള്ള കിച്ചണിലെ വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ അടക്കി പറക്കി പാത്രങ്ങൾ കഴുകി ഇതപ്പം തന്നെ അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ചെയ്തു വരുന്ന ജോലിയാണ്. ഒരു ദിവസം മാത്രമായിട്ട് ചെയ്യണതല്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് കിച്ചൺ വൃത്തിയാക്കി ഇടുക. ഇതെന്നും ചെയ്യും. പക്ഷേ നമ്മളെന്നും ഒരു ആൾ ജോലിക്ക് പോകണില്ലേ, എന്നും ഇപ്പോൾ പോണ ആൾ ജോലിക്ക് പോകുന്നുണ്ട്. ഏത് ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും എന്നും സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ജോലികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിത് തോന്നിയിട്ടുള്ളൂ. ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് കുക്ക് ചെയ്യുമ്പോൾ സ്ത്രീക്ക് ഭയങ്കര ബോറടിക്കാറില്ലെന്ന്. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. 2 കിച്ചണും കൂടി വൃത്തിയാക്കണം. പാത്രം മുറി വയ്ക്കും. അത് കഴിഞ്ഞ് കിച്ചണൊന്ന് വൃത്തിയാക്കിയിടും. പിന്നെ 2-3 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ശാന്തമ്മ വന്ന് അടിച്ചുവാരി തുടച്ച് തരാറുണ്ട് മൊത്തത്തിൽ. അപ്പോഴും കിച്ചണും എന്നാലും ഞാനിന്ന് അടിച്ചുവാരി തുടച്ച് ഇടും കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ കയറി വരുമ്പോൾ വീട് വൃത്തികേടായിട്ട് കിടക്കാൻ പാടില്ലല്ലോ. എന്നാലും ഒരു ഡീപ്പ് ക്ലീനിങ് നടത്തുന്നത് ശാന്തമ്മ വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അടിച്ചുവാരി പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം.
വീട് വൃത്തിയാവാണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വെച്ച ഭക്ഷണം ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരുടെയും വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ മൊത്തം വിഭവങ്ങളും റെഡി ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാം കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. പിന്നെ കാലത്തൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ വെള്ളത്തിൽ നിന്ന് ഏകദേശം ആ ഒരു സമയം വരെ നിൽക്കും. പിന്നെ കുറച്ച് ചായയൊക്കെ ഇട്ട് വയ്ക്കും. ചേട്ടന്മാർക്ക് ഒരു 11 മണിയാകുമ്പോൾ ചായ കൊടുക്കും. അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കോളുകൾ വരും, മെയിലുകൾ ചെക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മുടെ മുതലാളി തൊഴിലാളി നമ്മളായ കാരണം കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് മാത്രം. ഒരാളുടെ കീഴിലല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യണേ. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പുതിയ മെഷീൻ കാണിച്ചു തന്നില്ലല്ലോ എന്ന് ഓർത്തത്. ഇപ്പോൾ മെഷീൻ സ്വിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്തുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടർ ഒന്ന് പിടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്തിട്ടായിരുന്നു ഏട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായേ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മെഷീനാണ്. എനിക്ക് തയ്പ്പൊന്നും അറിയില്ല കേട്ടോ. ഇതിന് ഈ ഒരു പരിപാടി ഈ ഒരു മേഖലയിലേക്കാണ് ഞാൻ കൈവയ്ക്കാത്തുള്ളൂ. പക്ഷെ ഞാനത് പതുക്കെ യൂട്യൂബ് നോക്കി പഠിച്ചെടുക്കും എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചേച്ചിമാർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെ ചുരിദാർ തയ്ക്കുക, എങ്ങനെ ബ്ലൗസ് തയ്ക്കാന്ന്. ഇനി നിങ്ങൾ എൻ്റെ ആ ഒരു പോരാട്ടം കൂടി മാത്രമേ കാണാത്തതുള്ളൂ. നിങ്ങൾ വഴി അതും കാണും. ഈ കിടാവിൻ്റെ ഈ പെണ്ണിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ആക്ച്വലി തയ്ച്ച് എന്തെങ്കിലും വിട്ടുപോയതോ അല്ലെങ്കിൽ കീറിയതോ ഒക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ കൊണ്ടുവന്നത്. എനിക്കിപ്പോൾ ഒരു നേരം പോക്കായെന്ന് മാത്രം, നേരമില്ലാത്ത എനിക്കൊരു നേരം പോക്കായെന്ന് മാത്രം. സക്സസ് ഡാ സക്സസ്. എനിക്ക് ബ്ലൗസും ചുരിദാറൊന്നും അടിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഇതുവരെ അറ്റകുറ്റപ്പണികളൊക്കെ അറിയാം കേട്ടോ. അതൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ചേച്ചിമാരെ എന്താ ചെയ്യണതെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തൊടിയിലേക്ക് ഇറങ്ങി. നിങ്ങളെയും കാണിച്ചു തരാമല്ലോ അവരെന്താ ചെയ്യണമെന്ന്. മൂന്നാക്കും കുട കിട്ടിയില്ലേ. വെയില് കൊള്ളാൻ വേണ്ട സത്യത്തിൽ സ്വന്തമായി പറഞ്ഞ മേടിച്ചു. ഇവിടെ വരുമ്പോ മാത്രല്ലേ ഇത് വെക്കാൻ പറ്റുള്ളൂ അല്ലേ ചേ. കോമളകളമ്മ മറ്റേ എന്നിട്ട് പറയാ പാമ്പിന്റെ തോലൊക്കെ ഉരുത് തലയിൽ വെച്ച് നോക്കണ. പോലീസ് പിടിക്കട്ടെ മേമേ. മലമ്പാമ്പിന്റെ കയറുവലി കഴിഞ്ഞു. ചേച്ചിമാര് തേണ്ട ചേച്ചിമാര് ഇവിടെ ഇളമയൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ പച്ച ചാണകം കലക്കി ഒഴിക്കുക തടങ്ങളിൽ. ഡ്രമ്മിൽ കലക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിമാ കാണാൻ തന്നെ ഇല്ലേ ചേച്ചി നിങ്ങളെ വെയിലുണ്ട്. ഇമ്പോർട്ട് ചെയ്തതാ ഞങ്ങള്. ഇതിപ്പോ പടവലങ്ങ, കുമ്പളങ്ങ, അതുപോലെ തന്നെ കയ്പക്കായ എന്നിവയ്ക്കൊക്കെയാണ് നമ്മൾ പന്തലിട്ടിരിക്കണത് കേട്ടോ. നല്ല വെയിലാ. രസമുണ്ടോ? ഭാഗ്യന് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കെ ഇളയമ വന്നു. അപ്പോൾ ഇളയമ പറയാണ് ചെടികളൊക്കെ അപ്പുറത്ത് കൊണ്ട് വെക്കുമോളെ ഇതൊക്കെ ഒതുക്കി വെക്കിന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച ഇളയമോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന്. പിന്നെ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് ശ്രീ ചേച്ചി എന്താണ് ചെടിക്ക് വളം കൊടുക്കുക, ശ്രീജയ എന്താണ് ചെടിക്ക് വളം കൊടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ ചേച്ചിമാർക്ക് അനിയത്തിമാർക്കൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ടിപ്പുകൾ പ്രയോഗിക്കുന്നത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്നും സക്സസ് ആവാറില്ല കേട്ടോ. പിന്നെ എനിക്ക് പരീക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ പരീക്ഷണത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്തതാണ് നമ്മുടെ RCMൻ്റെ RMC എന്തോ സംഭവത്തിൻ്റെ ഒരു ഗാർഡൻ സോയിൽ എന്ന് കൊണ്ടൊരു സംഭവം, പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ DAP ഉണ്ടല്ലോ, അതാണ് ആ ആഷ് കളറിൽ കിടക്കുന്നത് കേട്ടോ. അതും പിന്നെ കുറച്ച് എപ്പോസം സാൾട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ഒരു സ്പൂൺ വെച്ചിട്ട് 20 ഗ്രാം വെച്ചിട്ട് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാൻ പോവാണ്. എപ്പോസം സാൾട്ട് അല്ല, എന്താ പറയുക, നമ്മുടെ DAP നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് നന്നായിട്ട് പൂവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ NPK ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, പൂവുണ്ടാവാൻ കൂടി വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും കുറച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിതുപോലെ ചേച്ചിമാരെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താൽ വലിയ പൂക്കൾ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇടണ്ട, ഞാൻ ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം, എന്നിട്ട് ഇട്ടാൽ മതി കേട്ടോ. അല്ല നമ്മളുടെ അടിയിൽ പാത്രങ്ങളൊക്കെ വെച്ച് നോക്കണില്ലേ, നമ്മൾ
മറ്റേ താഴത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമത്തി കമത്തി വെച്ചിട്ടില്ലേ നമ്മുടെ റാക്കിന്റെ അടിയിലൊക്കെ, അതിനുള്ളിലൊക്കെ കയറി വരുന്ന മാസം അനിയന്റെ കല്യാണമാണ് കേട്ടോ. അതായത് ഇളയമ്മയുടെ മോനുണ്ടല്ലോ രാഹുലിന്റെ കല്യാണമാണ്. അപ്പോൾ ഇളയമ്മ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ വന്നിരുന്ന് പറയായിരുന്നു. പിന്നെ ആരൊക്കെയോ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഇവിടെ കാടേരിയല്ലേ പാമ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞത്ര. അപ്പോൾ ഇളയമ്മയ്ക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇളയമ്മയോട്, പാമ്പ് ഞാനും ഇതുവരെ ഇളയമ്മ ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇളയമ്മ പറയും ഞാനും കണ്ടിട്ടില്ലടി മോളെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഭയങ്കര വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇളയമ്മ 2 വട്ടമെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എന്നെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് പോവും. പിന്നെ പണിക്കാരില്ലാത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറമേയുള്ള ആളെന്ന് പറയാനായിട്ട് കാണുന്ന ഒരാൾ ഇളയമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ചെടിയുടെ പ്രാന്തൊക്കെ ഉള്ള കാരണം കൊണ്ട് എൻ്റെ കൂടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ ചെടികളൊക്കെ കൊണ്ടുപോയി അവിടെ കല്യാണമാകുമ്പോഴേക്കും സെറ്റാക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മുടെ ബട്ടൺ റോസ് നിറച്ച് റോസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബിഗോണിയമ നിറയെ പൂ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചാണകമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കണതാണ് കേട്ടോ. ജൈവവളം തന്നെയാണ് കൂടുതൽ നമ്മൾ ചെയ്യുക. പിന്നെ വല്ലപ്പോഴൊക്കെ അത്യാഗ്രഹം മൂക്കുമ്പോഴാണ് നമ്മൾ DAP ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ. പക്ഷേ കുറേ ചെടികൾ അതിൻ്റെ പേരിൽ നശിച്ചും പോകാറുണ്ട്. നല്ല രീതിയിൽ വളം കൊടുത്തില്ലെങ്കിൽ, ജൈവവളമല്ല, ജൈവവളം പിന്നെയും ചെടികൾ നശിച്ചു പോവില്ല. രാസവളങ്ങൾ ചേർക്കുമ്പോഴേ, ഫെർട്ടിലൈസേഴ്സ് ചേർക്കുമ്പോൾ നല്ല രീതിയിൽ ചേർത്തില്ലെങ്കിൽ, വേണ്ടാത്ത അളവ് ചേർത്തില്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോവും. പിന്നെ നല്ല വെയിലും കൂടിയല്ലേ അത് കാരണം കൊണ്ട്. പിന്നെ വെയിലുള്ള സമയത്താണ് നല്ല രീതിയിൽ പൂവുണ്ടാവുക. റോസും ബൊഗൻവില്ലയും ഒക്കെ നല്ല വെയിലുണ്ടെങ്കിൽ. പക്ഷെ നന്നായിട്ട് നമ്മൾ ചെടി നനച്ചു കൊടുത്താൽ തന്നെ വളങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ചെടികൾ നന്നായിട്ട് തന്നെ വളരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാർ ചെടികൾ വളർത്തുന്നവരുണ്ടാവും. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ കേൾക്കാം കേട്ടോ. പിന്നെ ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ലവ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കരുതാറുണ്ട്. ഇന്ന ആൾക്കാർക്ക് തരുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ പുതിയ കമൻറ്റുകൾ വരുമ്പോൾ, പുതിയ കമൻറ്റുകൾക്ക് നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് YT സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ആ ആപ്പിൽ നമ്മൾ പുതിയ വീഡിയോയുടെ അപ്ഡേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക. അപ്പോൾ പഴയ വീഡിയോയിലേക്ക് ചിലപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അത് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സെലക്റ്റീവ് ആയതുകൊണ്ടോ അല്ല കേട്ടോ. അപ്പോൾ എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ലവ് എങ്കിലും തരാൻ ശ്രമിക്കാറുണ്ട്. കമൻറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ലവ് എങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കതൊരു പ്രചോദനമാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക്. ഇപ്പോൾ പതിവ് പോലെ തന്നെ എന്നും നമ്മുടെ സഹായത്തിന് എത്തിയത് അച്ഛനാണ്. അച്ഛൻ നമ്മുടെ മതിൽ പണിയാൻ മേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഹോളോബ്രിക്സിൻ്റെ കട്ടയുണ്ടല്ലോ, അതൊന്ന് വെച്ചിട്ട് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി തരികയാണ്. അപ്പോൾ താഴത്തെ തട്ട് ഒന്നും കൂടി വിപുലീകരിച്ച് 3 തട്ടിൽ ചെടികൾ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ, ഇവിടെ നമുക്ക് ചുറ്റും നമ്മുടെ വെൽഡ് ചെയ്തിട്ട് ചെടികൾ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി എത്രയാവുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ട പാടെ കണ്ണു തള്ളിയിട്ട് അയ്യോ ചേട്ടാ ഇപ്പോൾ വേണ്ട, കാശുണ്ടാകുമ്പോൾ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ നമുക്ക് ചേച്ചിയുടെ വിടുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയില്ല. അപ്പോൾ ഇത് അത്യാവശ്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ ഇട്ടു. അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇപ്പോൾ ചെടികൾ വെച്ച് വേണം വെക്കണം എന്നുണ്ടെങ്കിൽ 3 ലെയറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസയ്ക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിപ്പോൾ ഇത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ. നമുക്കിതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അപ്പുറത്ത് ചെയ്യുമ്പോൾ പ്രയോറിറ്റി വൈസ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെടികളുടെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു വാരി കളഞ്ഞ്. എന്തായാലും പൂരമൊക്കെയല്ലേ വരിക, നമ്മൾ പൊതുവായിട്ട് പൂരം വരുന്ന സമയങ്ങളിലൊക്കെയല്ലേ നമ്മുടെ വീടിൻ്റെ ചുറ്റും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓണം, വിഷു അങ്ങനെ ചില വിശേഷങ്ങളൊക്കെ വരുന്നത് ഇതുപോലെ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ടും എല്ലാവരും കൂടി ഒത്തുകൂടാൻ വേണ്ടിയിട്ടും എന്നും പോകുന്ന ഒരു സമാന്തരമായ രേഖയിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് വേറൊരു രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു നമ്മുടെ പൂർവികർ ഈ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പൂരമൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇതിൻ്റെ ഒപ്പം തന്നെ വൃത്തിയാക്കി പോകാമെന്ന് വിചാരിച്ചു. ഹോളോബ്രിക്സിൻ്റെ കട്ട അച്ഛൻ കൊണ്ടുവച്ച് തന്നിട്ട് അച്ഛൻ പണിക്ക് പോയി. അച്ഛൻ അവിടെ പണിയുണ്ട്, തോട്ടത്തിൽ നനയ്ക്കാനും പിന്നെ ചേട്ടന്മാരെ കൂടെ ചാണകത്തിൽ കലക്കി ഒഴിക്കണേക്കാളും മുമ്പ് തിണ്ടുടയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സാൽവിയ ചെടികളൊക്കെ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ വെളിച്ചടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കാലത്ത് നല്ല വെയിലായിരിക്കും. എന്നാൽ ഒരു 4 മണിയാകുമ്പോൾ വെയിലൊക്കെ പോവുകയും ചെയ്യും. ഒരു 2:30 വരെയൊക്കെ വെയിലുണ്ടാവുള്ളൂ. അപ്പോൾ നല്ല തണലാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രദേശത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതായത് വെയിലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഭാഗ്യം മേടിച്ചു വെച്ചതാണ് ഈ ഹോളോബ്രിക്സിൻ്റെ കട്ട. അതിൽ നിന്നാണ് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത്. ഇത് കുറച്ച് പ്രകൃതി പിടിച്ച പറയാം കേട്ടോ. അർബൻ ഓപ്പറേറ്റിംഗ് നമുക്ക് അത്യാവശ്യം എന്താ പറയുക,
എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഭാഗ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അഹങ്കാരം എന്നില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചുടുവാദത്തിൻ്റെ കൈയുടെ അടിയിൽ നിന്ന് തൊലി പോകുന്നത്. അപ്പോൾ ഹോളോബ്രിക്സിൻ്റെ കട്ട നല്ല വെയിറ്റുള്ള കട്ടയാണ്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചപ്പോൾ കൈൻ്റെ അടിയിലൊക്കെ തൊലികൾ പോയണം ഇങ്ങനെ പോന്നു. അതിന് ചേച്ചിമാർ റെമഡികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഈ ഒരു കാലാവസ്ഥയിലാണ്, കുറച്ച് കളയുമ്പോൾ മാറിക്കോളും. മാറുമ്പോൾ സുഖമാവും. കേട്ടിട്ടില്ലേ? ഈ മരങ്ങളൊക്കെ ആകെ വൃത്തികേടായില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ഏരിയയാണിത്. ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വഴി തന്നെയാണ് പോകുന്നത്, ഒരു പഞ്ചായത്ത് വഴി തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ചെടികൾ ഇവിടെ നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. എനിക്കും പൂവുണ്ടായി നിൽക്കുന്ന ചെടികളോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, നമുക്ക് കൃഷിയും കൂടി ആയ കാരണം കൊണ്ട്. പക്ഷേ ഇളമയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ നമ്മുടെ അവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് കുളവും കിണറും ഒക്കെ ആയിട്ട് ഉള്ള കാരണം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നനച്ച് നോക്കി കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു 1.5 മണിക്കൂർ ഈ ചെടികൾ നനയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കണം എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, മാനസികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു യൂസ് ഉണ്ടാവണില്ല, നമ്മൾ പാഴ്പ്പണി ഉള്ളപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വിരസത തോന്നുക അല്ലേ. അപ്പോൾ ഇതെനിക്ക് എപ്പോഴും മാനസികമായ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചെടികൾ മേടിക്കുമ്പോഴും നടുമ്പോഴും നിങ്ങൾക്ക് കാണിക്കുമ്പോഴും സാമ്പത്തികമായിട്ടുള്ള മുൻതൂക്കം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു വിരസത തോന്നാറില്ല. നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ വീട്ടിൽ കുറേ ചെടികൾ പൂവുണ്ടാവാതെയും വളരാതെയും നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പം മണ്ണ് തറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ കളിമണ്ണ് പോലത്തെ, അല്ലെങ്കിൽ വേര് നിറയെ ഓടാത്ത രീതിയിൽ, ഒരുപാട് രീതിയിൽ വേര് വളരാത്ത രീതിയിൽ മണ്ണ് ഭയങ്കര കട്ടി പിടിച്ച് നിൽക്കുന്ന കാരണം കൊണ്ടായിരിക്കും. അങ്ങനെ 1-2 ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മടി കാരണം കൊണ്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നനച്ച് പൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫിലാഡൻഡ്രോണിൻ്റെ ഒരു വകഭേദം തോന്നുന്നു. അതിനെ കുറച്ച് മാറ്റി അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. നല്ല വെയിലില്ലാത്തടത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. പിന്നെ കുറേ ചെടികളൊക്കെ ഇപ്പോൾ സർപ്പഗന്ധി, അവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ വീടിൻ്റെ ചുറ്റും വെക്കാൻ പാടില്ല എന്ന് പറയും. ഒരുപാട് ചെടികൾ, പാരളി, അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ നമ്മുടെ വിഷമാണെന്നൊക്കെ പറഞ്ഞാലും അവരും നമ്മുടെ ഭൂമിയുടെ ഒരു ഭാഗമല്ലേ. അത് കാരണം കൊണ്ട് ഞാൻ വലിയ രീതിയിൽ കോണ്ടാക്ട് വരാത്ത രീതിയിൽ സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടന്മാർക്ക് ചായ കൊടുക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ പതുക്കെ പോയി നമ്മൾ ചായ വയ്ക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. പിന്നെ അവസാനം എത്തിപ്പിക്കും ഞാൻ കുറേ വയ്യാണ്ടായി. അപ്പോൾ കുറച്ച് കല്ലൊക്കെ അച്ഛൻ കൊണ്ടുവച്ച് തന്നു കേട്ടോ വീണ്ടും വന്നിട്ട്. ഈ കാണുന്ന മനോഹരമായ സന്ധ്യ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറ് നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഓർക്കിഡുകൾ നമ്മൾ മാറ്റി ബാക്കിലേക്ക് കെട്ടി. അച്ഛനക്ക് അമ്മയുടെ കൂടി പണിയാണ്, എൻ്റെ കൂടെ വന്നാൽ ഇവയൊക്കെ പണിയാണ് കേട്ടോ. അച്ഛൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓർക്കിഡൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് മനസ്സിൽ കാണുമ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള കൂടുതൽ പ്രചോദനം ഉണ്ടാവണമെന്ന് നമുക്ക് തോന്നാമല്ലോ. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ, 50-ൽ 50 കിട്ടുന്ന ആ ചിന്ത മനസ്സിൽ വരുമ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഒരു പ്രചോദനം ഉണ്ടാവുക. അതുപോലൊക്കെ തന്നെയാണ് ഈ ചെടി നടന്ന കാര്യം കേട്ടോ. ഇത് നമുക്ക് നടുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇത് പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമുക്കത് തന്നെ ചെയ്യാൻ തോന്നും. അത് ഈ കാര്യമല്ല, ഏതൊരു കാര്യമായില്ല അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. ഇത് പുതിയ തത്വമൊന്നുമല്ല, ഞാൻ വെറുതെ നിങ്ങളിനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം രാത്രിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി പണികൾ ചെയ്യാൻ
വരികയാണ് എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേട്ടന്മാരുടെ അടുത്തുനിന്നും അപ്പുറത്തുള്ളവരുടെ അടുത്തുനിന്നും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് വഴക്ക് കിട്ടും. ഈ രാത്രിയാണോ ചെടിയുടെ ഇടയിൽ ഈ വേനൽക്കാലത്ത് കുത്തിപ്പറിക്കാൻ പോണേന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ വേനൽക്കാലത്ത് ഇതിൻ്റെ ഇടയിൽ കുത്തിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നനവായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇഴജന്തുക്കളൊക്കെ നനവിൽ വന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട് വേനൽക്കാലം ആയതുകൊണ്ട്. അതാണ് നമ്മൾ രാത്രി പണി ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന വളങ്ങളൊക്കെ ഇട്ടു. അച്ഛൻ പോയി. ഇനി പകൽ നിങ്ങൾക്ക് ഒതുക്കി വെച്ചിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഓരോ ഭാഗമായിട്ട് വീടിൻ്റെ ചുറ്റും ഒരുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു പൂരത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വർഷത്തിലൊരിക്കലൊക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. സ്നേഹപൂർവ്വം ശ്രീജ.